കേട്ടാൽ ഒരിക്കലും വിശ്വാസം വരാത്ത വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഭവ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ കുറച്ച് കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ? 2016 ഡിസംബറിൽ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഹോങ്കോങ്ങിൽ വെച്ചാണ് നടന്നത്. ആ മത്സരത്തിൽ നോർത്ത് കൊറിയയിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അവരുടെ ചിത്രമാണിത്. അവരെല്ലാവരും തന്നെ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ധരിച്ചിരുന്നു. വളരെ സന്തോഷവാന്മാരായി അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പക്ഷേ അതിൽ ഒരാൾ മാത്രം കുറച്ച് കൺഫ്യൂഷനായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി മത്സരിക്കാൻ വന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്ത് സൗത്ത് കൊറിയയിൽ അഭയം തേടിയ യുവാവ്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. ആ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പോലും ശരിക്കും പുറം ലോകത്തിന് അറിയില്ല എന്നതാണ് സത്യം. നോർത്ത് കൊറിയയിലുള്ള എല്ലാവർക്കും, അതായത് സാധാരണ ജനങ്ങൾക്ക്, എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയില്ല. എല്ലാവിധ സൗകര്യങ്ങളും കുറച്ചെങ്കിലും അനുഭവിക്കുന്നത് അവിടെ ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തവരുടെ തലമുറക്കാർക്കാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാകും. അതിലും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നതാണ് സത്യം. അത്തരത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു നമ്മുടെ കഥയിലെ നായകനായ ജോങ് യോൾ. ജോങ്ങിൻ്റെ മുത്തശ്ശൻ വളരെ പ്രശസ്തനായ ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അവന് എല്ലാവിധ സൗകര്യങ്ങളും കുട്ടിക്കാലം മുതൽ തന്നെ ലഭിച്ചിരുന്നു. വളരെ മികച്ച സ്കൂളിൽ പഠിക്കാനുള്ള അവസരം അവന് കിട്ടുന്നു. പക്ഷേ അവൻ സ്നേഹിച്ചത് സംഖ്യയായിരുന്നു. ഗണിതശാസ്ത്രത്തിൽ അത്രയധികം മിടുക്കനായിരുന്നു അവൻ. ഗണിതശാസ്ത്രത്തിലെ അവൻ്റെ കഴിവ് മനസ്സിലാക്കിയ അവൻ്റെ പിതാവ് അവനെ അതിലേക്ക് കൂടുതൽ അടുപ്പിച്ചു, കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മത്സരങ്ങളിലും അവൻ വിജയിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വിജയിച്ച് നോർത്ത് കൊറിയയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനായി അവൻ മാറി. പെട്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അവനിലേക്ക് പതിയുന്നത്. അവർ അവന് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അവനെ അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി പ്രത്യേക തരത്തിലുള്ള കോച്ചിങ് കൊടുത്തു. അതുമാത്രമല്ല, അവന് ലാപ്ടോപ്പ് അനുവദിച്ചു. ഈ ലാപ്ടോപ്പിൽ നമുക്ക് ഇൻ്റർനെറ്റ് മുഴുവനായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില വെബ്സൈറ്റുകൾ, അതായത് ഗണിതപരമായിട്ടുള്ള ചില സൈറ്റുകൾ മാത്രമേ അതിൽ ഓപ്പൺ ആവുകയുള്ളൂ. അതുപയോഗിച്ച് അവൻ്റെ കഴിവ് അവൻ വികസിപ്പിച്ചെടുത്തു. ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ നോർത്ത് കൊറിയയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. പങ്കെടുത്താൽ മാത്രം പോരാ, മെഡൽ നേടുകയും വേണം. അതും സ്വർണ്ണ മെഡൽ തന്നെ നേടണം. അത്രയധികം സമ്മർദ്ദമാണ് നോർത്ത് കൊറിയ അവിടെയുള്ള വിദ്യാർത്ഥികളിൽ ചെലുത്തുന്നത്. കാരണം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടുക എന്നത് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. ഇങ്ങനെ കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളെ അവർ മറ്റൊരു മേഖലയിലേക്ക് എത്തിക്കും, അതായത് കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്ന മേഖലയിലേക്ക്. 1970കളിലാണ് ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയെക്കുറിച്ച് അവർ ഏറ്റവും അധികം ബോധവാന്മാരാകുന്നത്. അവരുടെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ അവർ റഷ്യയിലേക്കും ജർമ്മനിയിലേക്കും ചൈനയിലേക്കും അയച്ച് കോഡിംഗ് പഠിപ്പിച്ചു. അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നീടാണ് ഗവൺമെൻറ്റിന് ഒരു കാര്യം മനസ്സിലാവുന്നത്: ഇവരെ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന്. അതോടുകൂടി അവർ കൊറിയൻ കമ്പ്യൂട്ടർ സെൻറ്റർ അഥവാ KCCക്ക് രൂപം കൊടുക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള കമ്പ്യൂട്ടർ ഹാക്കേഴ്സ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് KCC. ഉദാഹരണത്തിന് 2014 സോണി പിക്ചേഴ്സ് ഹാക്ക് ചെയ്തതും 2016 ബംഗ്ലാദേശ് ബാങ്ക് ഹാക്ക് ചെയ്തതുമൊക്കെ ഇവരായിരുന്നു. ഇവർ പിന്നീട് പല ക്രൈമുകളും ചെയ്യാനായിട്ട് തുടങ്ങി. ഹാക്ക് ചെയ്ത് വൻതോതിൽ മൂലധനം അവരുടെ രാജ്യത്തേക്ക് അവർ മോഷ്ടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും ഇങ്ങനെയുള്ള സമർത്ഥരായ വിദ്യാർത്ഥികളെ അവർ നിയമിക്കുക. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കുടുംബത്തെ അവർ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിക്കുന്നവരുടെ കുടുംബത്തെ ജയിലിൽ എന്നേക്കുമായി അടച്ചിടും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ജോങ് 2016 ഡിസംബറിൽ ഹോങ്കോങ്ങിൽ വരികയാണ്. ആ പുറം ലോകം കണ്ട് അവൻ വളരെയധികം ഞെട്ടിപ്പോയി. അവിടുത്തെ ജീവിത നിലവാരം വളരെ ഉയർന്നതായിരുന്നു. നല്ല വാഹനങ്ങൾ, റോഡുകൾ, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ, അവരുടെ വസ്ത്രധാരണ രീതി പോലും അവനെ ആകൃഷ്ടനാക്കി.
അവർ ജീവിക്കുന്നത് തന്നേക്കാൾ വളരെ മുമ്പിലാണെന്ന് എന്ന സത്യം അവൻ മനസ്സിലാക്കി. അവന്റെ രാജ്യത്തിന് പുറത്ത് പുതിയൊരു ലോകം അവനെ കാത്തിരിക്കുന്നതായി അവന് തോന്നി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. എങ്കിലും അവൻ വളരെയധികം കോൺസെൻട്രേഷനോടുകൂടി ആ മത്സരത്തിൽ പങ്കെടുത്തു. അവരുടെ ടീം സിൽവർ മെഡൽ നേടുകയും ചെയ്തു. ഈ മത്സരത്തിൽ വരുമ്പോൾ മാത്രം നോർത്ത് കൊറിയ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ അയക്കാറില്ല. കാരണം കുട്ടികളോട് പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നു എന്നൊരു ദുഷ്പേര് അവർക്ക് വരും എന്ന് കരുതിയാവണം അവർ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ആ പരിപാടി കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ജോങ് ഹോട്ടൽ മുറിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഒരു ടാക്സി പിടിച്ച് അവൻ നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് സൗത്ത് കൊറിയൻ എയർലൈൻസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവൻ കാണുന്നു. അവനോട് ചോദിച്ച് സൗത്ത് കൊറിയയിലെ എംബസിയുടെ അഡ്രസ്സ് അവൻ മേടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ശത്രു രാജ്യത്തിലെ എംബസിയുടെ നമ്പർ. ഒടുവിൽ അവൻ സൗത്ത് കൊറിയയുടെ എംബസിയിലെത്തുകയും അവരോട് തൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നു. താൻ സൗത്ത് കൊറിയയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറയുകയാണ്. അവർ എംബസിയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ഫോൺ ചെയ്യുകയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ അവനെ കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. അവർ പറഞ്ഞു, തീർച്ചയായും അവന് നമുക്ക് സൗത്ത് കൊറിയയിൽ അഭയം കൊടുക്കാം, പക്ഷേ കുറച്ച് ദിവസം അവൻ ഹോങ്കോങ്ങിൽ താമസിക്കേണ്ടി വരും. അടുത്ത ദിവസം ജോങ്ങിനെ കാണാതായതോടുകൂടി നോർത്ത് കൊറിയയിൽ നിന്ന് വന്ന അധ്യാപകന്മാരെല്ലാം വളരെ പരിഭ്രാന്തരായി. പക്ഷേ അവർക്ക് ഹോങ്കോങ്ങിൽ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത് അവരുടെ രാജ്യമല്ല. അവരവിടെ എല്ലാം അവനെ തിരക്കി നടന്നു, പക്ഷേ കണ്ടെത്താനേ സാധിക്കുന്നില്ല. കുറച്ച് കൂടുതൽ ദിവസം ജോങ്ങിന് സൗത്ത് കൊറിയൻ എംബസിയിൽ താമസിക്കേണ്ടി വന്നു. ഒടുവിൽ അവനെ അവിടെ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് അവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുപോവുകയാണ്. സൗത്ത് കൊറിയയിലെത്തിയ അവൻ്റെ നാട്ടിൽ നടന്ന പല കാര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിനോട് തുറന്നു പറഞ്ഞു. അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അവൻ്റെ പഠനം തുടരുകയും അവിടെ പിന്നെ ജീവിക്കുകയും ചെയ്യും. പക്ഷേ വിശ്വസിക്കാനാവാത്ത വിചിത്രമായ മറ്റൊരു കാര്യം, ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നോർത്ത് കൊറിയൻ ഗവൺമെൻറ് വളരെയധികം പ്രതിസന്ധിയിലായി. തങ്ങൾ അത്രയധികം വിശ്വസിച്ച് ട്രെയിനിങ് കൊടുത്ത ഒരാൾ തങ്ങളുടെ രാജ്യത്തിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് പോയത് എന്ത് എന്നൊരു ചിന്തയിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡിലേക്ക് അവർ 2 വർഷത്തേക്ക് വിദ്യാർത്ഥികളെ അയച്ചതേയില്ല. അതുമാത്രമല്ല, അടുത്ത തവണ അയച്ചപ്പോൾ വളരെ ഉയർന്ന സെക്യൂരിറ്റിയെ അയക്കാൻ അവർ ശ്രദ്ധിച്ചു. ജോങ്യോൾ പിന്നെ ഒരിക്കലും അവൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടില്ല. ശരിക്കും അവൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും നോർത്ത് കൊറിയയിലുണ്ടോ അതോ ഏതെങ്കിലും ജയിലിലാണോ എന്ന് പോലും അവനറിയില്ല. പുതിയ വീഡിയോകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.